ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. ആ ഫോൺ സംഭാഷണത്തിൽ അയാൾ സത്യത്തിൽ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോന്ന് പറഞ്ഞൂടാ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇപ്പം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് എനിക്ക് പുള്ളിയോട് ഭയങ്കര ഇപ്പോൾ സഹതാപം. ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്നെ ചുറ്റിപ്പറ്റി ഇയാളെ പറഞ്ഞ തമാശകൾ ഒരുപാട് വരുന്നുണ്ട്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കൂടുതൽ ഇയാളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ പുള്ളി വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പറഞ്ഞ് ഞാൻ അരി മേടിക്കാനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഞാനും സിനിമകൾ അഭിനയിക്കുന്നത് അരി മേടിക്കാൻ തന്നെയാണ്. വണ്ടി എടുക്കട്ടെ മോളെ. എൻ്റെ തെറി കൊണ്ട് ഇയാളുടെ വീട്ടിൽ കുറച്ച് കൂടുതൽ അരി മേടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, അയാൾക്ക് ഭാര്യയും കുട്ടികളും വീട്ടുകാരും എല്ലാവരും ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും ഉണ്ണിമൂന്നിൻ്റെ തെറി കാരണം അരി മേടിച്ച് ഊണ് കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു പച്ചപ്പാടും ബഹളം വെച്ച് നിൽക്കുമ്പോൾ ഇയാൾ ഭയങ്കര ശരിയാണ്. എനിക്ക് തോന്നി ഇത്രയും തെറി കേട്ടിട്ട് ഇയാൾക്ക് എന്താ ദേഷ്യം വരാത്തതെന്ന് പറഞ്ഞപ്പോൾ അയാളവിടെ ക്യാമറയുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ എല്ലാവരും അഭിനയിക്കും. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. ഇവർക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനോടും എതിർപ്പ്. ഒരു സിനിമയ്ക്ക് 5 റിവ്യൂ എന്തിന്? അൾട്ടിമേറ്റ് ടൈം ചുമ്മാ അപരാധം പറഞ്ഞ് പൈസ ഉണ്ടാക്കുക, അത് തന്നെ കാര്യം. പിന്നെ ഞാൻ മനസ്സിലാക്കിയ പുള്ളിയുടെ ഒരു മൊത്തത്തിലൊരു സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ ഈ കൈൻഡ് ഓഫ് എന്താ പറയാ, അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. നീ എന്തൊക്കെയാടാ ഈ പറയണേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. ഒരാൾ ഭയങ്കര ദേഷ്യപ്പെടുന്നു, ഒരാൾ ഭയങ്കര കൂളായി നിൽക്കുമ്പോൾ ദേഷ്യം വരുമല്ലോ. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഇത് മാരകമായ ക്യാമറയും സെറ്റപ്പ് വെച്ചിട്ട് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളിവിടെ റിയലായിട്ട്. അപ്പൊ ഞാൻ പൊട്ടണ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും മുളഞ്ഞായിരിക്കത്തുള്ളൂ. എങ്ങനെ അയാൾക്ക് ഇത്രയും തെറി കേട്ടോണ്ടിരിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാടാവുക സാധിക്കുന്നത്? എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഉണ്ണിമുഖൻ തെറി പറയുന്നുണ്ട്. ഉണ്ണിക്ക് തെറി പറയാൻ അറിയാമെന്ന് കുറച്ച് 4 പേര് അറിഞ്ഞു. ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇയാളെന്തോ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ശരി. ഉണ്ണി ഇപ്പോൾ പറഞ്ഞ സെന്റൻസുകളിൽ ഒരു ചെറിയൊരു ഭീഷണിയുടെ ഒരു സ്വരമുണ്ട്. എനിക്ക് എന്ത് ഭീഷണി ചെയ്യേണ്ടത് പണ്ടേ ചെയ്ത് തന്നെ. ഫോണിൽ എനിക്ക് ഈ വീഡിയോ ലീക്ക് ചെയ്താൽ നിങ്ങളുടെ കരിയർ എന്താവുന്നു അത് നിങ്ങൾക്ക് ഭീഷണിയായിട്ട് തോന്നിയില്ല സാറേ? ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ ഇതിലിപ്പോ ആരും ഒന്നും ചെയ്യാൻ മതി. ഇപ്പൊ പുള്ളി എവിടെയെങ്കിലും പോയി തട്ടിമുട്ടി വീണ് കഴിഞ്ഞാൽ എന്റെ തലത്തിൽ തന്നെ വരും. അത് വേറെ കാര്യം. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു.